നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്ന വാലടിയും കപ്പയും. അതിനായിട്ട് നമ്മളിതേ വാലടിയൊക്കെ വെട്ടി മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പയിട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് കഴുകി എടുക്കാം കേട്ടോ. ഇറച്ചി നമ്മളിതേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയിലോട്ട് കയറാം. കപ്പ നമുക്ക് ഇച്ചിരി വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ 2 കിലോ വാലടിയാൻ മേടിച്ചേക്കണ 2.25 കിലോ കപ്പയും കൂടെ ഇട്ട് നമുക്ക് സെറ്റ് ആക്കാം. യെസ്, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കപ്പതേ കഴുകിയെടുത്ത് പിന്നെ എല്ല് ഇവിടെ നേരത്തെ കഴുകി വെള്ളം വാലാൻ വെച്ചേക്കണേണ്. നമുക്ക് രണ്ടും കുക്കറിലോട്ടിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കാം. ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനി അതിനാവശ്യമായ സാധനങ്ങളാണിത്. 10 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 12 പച്ചമുളക്, 3 സവോള, 2 വലിയ ഇഞ്ചി. നമുക്കിനി അരിഞ്ഞെടുക്കാം. ഞാനല്ല കുക്ക് ചെയ്യണത്, അമ്മച്ചിയാണ്. ഇനി അമ്മച്ചിയുടെ ഊഴം. എല്ലാം ക്ലീനൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അമ്മച്ചിയുടെ പണിയാണ്. ചേർക്കാൻ പോയാണ് കേട്ടാ. ഇതേ കുക്കറിലേക്ക് ഇതേ എല്ലിടണേണ് കേട്ടാ. വാലടിയാണ്. ഇതിട്ട് കുറച്ച് കപ്പയിട്ട് കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി. ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഉപ്പും കൂടി ഇടയ്ക്ക് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. 1 സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി വെതറി കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ വേപ്പല, മുക്കാല് കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചെടുത്ത്. ഇതാ നമ്മ കപ്പയും വാലടിയും കഴുകി വൃത്തിയാക്കി പിന്നെ പച്ചമുളകും ഇഞ്ചിയും വേപ്പലയും സവാളയൊക്കെ അരിഞ്ഞ് മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ട് നമ്മൾ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു 5 വിസിലൊക്കെ ആകുമ്പോൾ നമുക്ക് അത് നിർത്തിയിടാം. അപ്പൊ ഇതൊക്കെ റെഡിയാവും. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം കേട്ടോ. ഇതാ നമ്മുടെ വിസലൊക്കെ അടിച്ച് 5 അടിച്ച് ഇതാ നമ്മളൊന്ന് തുറന്ന് നോക്കണേ. കപ്പ റെഡി ആയാന്നറിയണ്ടേ, ടേസ്റ്റ് ഒക്കെ നോക്കണ്ടേ. നമ്മുടെ കപ്പയും വാലടിയൊക്കെ റെഡിയായിട്ട് അതേ വെന്ത് റെഡിയായി. ഞാൻ പകർത്തി കുക്കറിൽ നിന്ന് ഉരുളിയിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, ഉപ്പൊക്കെ കറക്റ്റ് ആണോന്നറിയണ്ടേ. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കപ്പയൊക്കെ എന്താന്ന് നോക്കണ്ടേ. കറക്റ്റ് ആയിട്ട് ഉപ്പുണ്ട്. തരാം അമ്മയുടെ പെണ്ണിന് തരാട്ടോ, അമ്മച്ചി തരാം. ചൂട് ഇപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഭാഗമാണ് എല്ലാം, ഉപ്പും എല്ലാം ഭാഗമാണല്ലോ. അപ്പൊ ഇനി ഞങ്ങള് ചൂടോടെ കഴിക്കാന്ന് ഓർത്തിരിക്കണ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറാണ് ഈ കാണുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റിൽ അഭിപ്രായം അറിയിക്കുക.